ഏത്തപ്പഴം വെച്ചിട്ടൊരു പുളിശ്ശേരിയും കൂടെ തന്നെ കുമ്പളങ്ങ മോരുകറിയുമാണ് തയ്യാറാക്കുന്നത്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിനി ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് വേവിച്ച് എടുക്കണം. 1/2 കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് കുമ്പളങ്ങ കട്ട് ചെയ്തതും 2 പച്ചമുളക് കീറിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടു നോക്കണേ. ബൈ.